ഞാൻ അനിത, സൈക്കോളജി കൗൺസിലർ. സ്റ്റേയിൻ സ്റ്റേബിൾ എന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ഹോർമോണായ ഡോപ്പാമിൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഡോപ്പാമിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൂഡ് ഓഫ് ആകാനും, അതുപോലെ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂഡ് ഓഫ് ആകാനും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്ന പ്രോബ്ലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഡോപ്പാമിൻ എപ്പോഴും ബാലൻസ് ചെയ്ത് ഇൻക്രീസ് ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പലവിധമായ മെൻ്റലി പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സുകൾ, അതുപോലെ ഫാമിലിയായിട്ടും നല്ല മിങ്കിൾ ചെയ്യുക, കുട്ടികളുമായിട്ടും നല്ല മിങ്കിൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല പ്രോപ്പറായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ഡോപ്പാമിൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു നല്ല ഇതാണ്. ഇപ്പം എല്ലാവർക്കും ഡെയിലി വെളിയിൽ പോയി റിലേറ്റീവ്സിൻ്റെ ഹൗസിൽ പോകാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഫോണിലൂടെ ആണെങ്കിലും സംസാരിക്കാം. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ്, അതുപോലെ സ്ലീപ്പ്, ഉറങ്ങുന്നത് പോലെ നല്ല ഇതാണ്, ഡോപ്പാമിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും ഒരു ദിവസം ഉറങ്ങണം. അതുപോലെ തന്നെ വർക്ക് വന്നിട്ട് ഇപ്പോൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ വർക്ക് വന്നിട്ട് ട്രൈ ചെയ്യും. പുതിയ വർക്കുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഡെയിലി കൃഷി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അതുപോലെ ബീൻസ്, എഗ്ഗ്, അതുപോലെ ഫിഷ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോപ്പാമിൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊരു പോയിന്റിൽ തന്നെ തിങ്ക് ചെയ്ത്, ആ പോയിന്റിൽ തന്നെ തിങ്ക് ചെയ്ത് വേറൊന്നും തിങ്ക് ചെയ്യാതെ തന്നെ അറ്റ്ലീസ്റ്റ് ബ്രീത്ത് എടുത്ത് അതങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വെളിയിൽ പോകാനും ട്രാവൽ ചെയ്യാനും ശ്രമിക്കുക. പിക്നിക്കിന് പോവുക. അതുപോലെ മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോപ്പാമിൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മ്യൂസിക് കേൾക്കുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം കുറയ്ക്കാൻ പറ്റുന്നതാണ്. തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുകയും ഒരു നല്ല ലൈഫ് ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ശാരീരികമായും സെൽഫ് റെസ്പെക്റ്റ്, അതായത് നമ്മളോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്നെ കേട്ടതിന് നന്ദി. നമസ്കാരം.